ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ആത്മാ തിരുനാളിൻ്റെ ഒരുക്ക ദിനത്തിൻ്റെ 9-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ആത്മാവായ ദൈവമേ, അങ്ങയുടെ വലിയ ഒരു സ്നേഹം, അങ്ങയോടുള്ള കൂട്ട്, അങ്ങയോടുള്ള ജീവിതം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കർത്താവിൻ്റെ ആത്മാവിനോട് ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കാം, ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പൗലോസ്ലീഹ പറയുന്ന ഒരു വചനമുണ്ട്. റോമ 8-ാം അധ്യായം 18-ാമത്തെ വചനം അതിമനോഹരമായ ഒരു വചനമാണ്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരുപാട് കഷ്ടതകൾ ഞാനും നിങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നമ്മൾക്കുണ്ടാകുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് കരുതുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതകൾ നിസ്സാരമാണ് എന്ന് കരുതാനുള്ള വലിയ ഒരു കൃപയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരിക. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ കൃപയെന്ന് നമ്മുടെ ജീവിതങ്ങൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന് കിട്ടുന്നില്ല എങ്കിൽ പലപ്പോഴും നമ്മൾ നിരാശയിലേക്ക്, മാനസികമായ വലിയ തകർച്ചകളിലേക്ക്, പ്രതിസന്ധികളിലേക്ക് കടന്നു പോകുന്നത് കാണാൻ പറ്റും. ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക നേട്ടങ്ങൾ തകർന്നു പോയേക്കാം, ചിലപ്പോൾ നമ്മുടെ ജോലി പെട്ടെന്ന് ഇല്ലാതായേക്കാം. പക്ഷേ അതൊക്കെ വീണ്ടും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. എന്നാൽ മനസ്സിൻ്റെ ചില തകർച്ചകൾ തിരിച്ചു പിടിക്കുക അത്ര എളുപ്പമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പം ഇല്ല എങ്കിൽ, ആ വലിയ കരുത്ത് നമ്മുടെ കൂടെ ഇല്ല എങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്കോ നിങ്ങൾക്കോ ഒരിക്കലും ഈ ആത്മാവിൻ്റെ കൂട്ട് കിട്ടുന്നില്ല എങ്കിൽ കഷ്ടതകൾ നിസ്സാരമാണെന്ന് കരുതാൻ പറ്റില്ല എന്ന് വീണ്ടും പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. വലിയ പ്രതീക്ഷയുടെ സ്വർഗരാജ്യത്തിൻ്റെ പുതിയ കൃപകളെക്കുറിച്ചൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടിന് വേണ്ടിയാണ് നമ്മൾ ഈ പന്തക്കുസ്താ ദിനത്തിന്റെ തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്ക ദിനങ്ങളിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആത്മാവിന്റെ വലിയ കൃപ, കർത്താവിന്റെ വലിയ സാന്നിധ്യം എല്ലാം നമുക്ക് തരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ ലൈവിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്കൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളിലേക്കും ആത്മാവിന്റെ വലിയ നിറവ്, വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, പൊന്നു പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുത്തെ സാന്നിധ്യം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ആത്മാവ് ഒരു വലിയ കൂട്ടായിട്ട്, വലിയൊരു സാന്നിധ്യമായിട്ട്, വലിയൊരു ശക്തിയായിട്ട് ആത്മാവ് നമ്മൾ ഇന്നറിയപ്പെട്ടു. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ ഇന്ന് ലൈവിൽ ആദ്യം പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, അങ്ങേ വെളിവിന്റെ കതിരുകളെ ആകാശത്തിൽ നിന്ന് അയക്കണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവർ, ഹൃദയത്തിന്റെ പ്രകാശമേ, എഴുന്നള്ളി വരിക. എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമായ വിരുന്നേ, മധുരമായ തണുപ്പേ, കരച്ചിലൻ സ്വൈര്യമേ, എഴുന്നള്ളി വരിക. എത്രയും ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. അങ്ങേ വെളിവ് കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ യാതൊന്നുമില്ല. അറപ്പുള്ളത് കഴുകുക, വാടിപ്പോയത് നനയ്ക്കുക, മുറിവേറ്റിരിക്കുന്നത് വച്ചുകെട്ടുക, രോഗികളെ സുഖപ്പെടുത്തുക, കടുപ്പമുള്ളത് മയപ്പെടുത്തുക, തണുത്തത് ചൂട് പിടിപ്പിക്കുക, നേർവഴി അല്ലാതെ പോയത് തിരിക്കുക. അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങ് 7 വിശുദ്ധ ദാനങ്ങൾ നൽകണമേ. പുണ്യയോഗ്യതയും ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരിക. ആമേൻ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ കൂട്ടായ്മയിലേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടുവരുന്ന എല്ലാ മക്കളിലേക്കും, എല്ലാ കഷ്ടതകളിലേക്ക്, എല്ലാ സങ്കടങ്ങളിലേക്ക്, എല്ലാ തകർച്ചകളിലേക്ക് ആത്മാവിന്റെ വലിയ നിറവുണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൂട്ടിലേക്ക്, അങ്ങയുടെ വലിയ സ്നേഹത്തിലേക്ക് എൻ്റെ ജീവിതത്തെ നയിക്കണമേ ആത്മാവേ. എൻ്റെ കുടുംബത്തെ നയിക്കണേ ആത്മാവേ. എൻ്റെ വ്യക്തി ജീവിതത്തെ നയിക്കണേ പരിശുദ്ധാത്മാവേ. കൂടെ വസിക്കണമേ എന്ന് ആഗ്രഹിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചോ. ഇന്ദുവിനെ സമർപ്പിക്കും, കുഞ്ചെറിയ ആന്റണിയെ സമർപ്പിക്കും, ബിജി ഫ്രാൻസിസിനെ സമർപ്പിക്കും, അജോ ജോസഫിനെ സമർപ്പിച്ച് ജാസ്മിൻ ജോസിനെ, ഷിൻഡോ ജെയിംസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവെ, എല്ലാ കഷ്ടതകളിൽ നിന്നും മക്കളെ രക്ഷിക്കണ കർത്താവെ. സരുൺ ഈപ്പനെ സമർപ്പിക്കും. KT റിജുവിന്റെ PSW ലഭിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റണേ കർത്താവെ. ജസ്റ്റി ജോസഫിനെ സമർപ്പിക്കുന്ന കർത്താവെ. ബിന്ദു സുഭാഷിനെ സമർപ്പിക്കുന്ന കർത്താവെ. ബീന സക്കറിയായെ സമർപ്പിക്കും. ഈശോയെ, പരിശുദ്ധാത്മാവേ, മിനി ജോൺ അലക്സിന്റെ നിയോഗങ്ങളെ ഏറ്റെടുക്കണേ കർത്താവേ. ജീവിതമേകും ആത്മാവേ,
തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നെ നീ പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. പരിശുദ്ധാത്മാവേ എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. കർത്താവെ മഞ്ജു സെബാസ്റ്റ്യനെ സമർപ്പിക്കുന്ന കർത്താവെ, ഷൈനി ജേക്കബിനെ സമർപ്പിക്കുന്ന കർത്താവെ, ജോഷി ജോബിനെ സമർപ്പിക്കുന്ന ഈശോയെ, ലിജി ജോസിനെ, ഷാജൻ ജോസഫിനെ ഈശോ, SR അജിത് കുമാറിനെ സമർപ്പിക്കുന്നു, ബീന സക്രിയായെ, ഡെയ്സി ഡില്ലിയെ സമർപ്പിക്കുന്ന കർത്താവെ, ഈശോയെ അനു പാലക്കലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ മക്കളുടെയും വേദനകളിലേക്ക് ഈശോ കടന്നു വരട്ടെ. എല്ലാ മക്കളുടെയും തകർച്ചകളിലേക്ക് ഈശോ കടന്നു വരട്ടെ. ദൈവമേ അഗ്നി അയക്കണമേ. ഏലീഷായുടെ ദൈവമേ ശക്തി അയക്കണമേ. യേശുവേ സെബാസ്റ്റ്യനെ സമർപ്പിക്കുന്ന കർത്താവെ, റെജീന സെബാസ്റ്റ്യനെ സമർപ്പിക്കുന്നു, ടിജോ തോമസിനെ, റിയാറ്റി വർഗീസിനെ, ഷോയെ സെൽമ ജോണിനെ സമർപ്പിക്കും, ആന്റണി KJയെ സമർപ്പിക്കുന്ന കർത്താവെ, സജി ജോർജിനെ സമർപ്പിക്കും, വർഗീസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും, ഷോയെ ജിൽസ് വിൻസനെ സമർപ്പിക്കും, ഷോയെ ടെസ്സി പോൾസനെ, ഷാജിദയെ സമർപ്പിക്കുന്ന കർത്താവെ, കരുണയാകണേപ്പാ. ായി മാറ്റണമേ. ആത്മാവേ എന്നെ നീ എത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. പരിശുദ്ധാത്മാവേ ജേസി ചേച്ചിയെ സമർപ്പിക്കുന്നു, അലന്റെ ജോലിയെ സമർപ്പിക്കുന്നു, മൂത്ത കുഞ്ഞിന്റെ വിവാഹ കാര്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഡോണ അനൂപിനെ സമർപ്പിക്കും കർത്താവെ, ജിതേഷിനെ സമർപ്പിക്കും. ഈശോയെ പരിശുദ്ധാത്മാവേ, എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപാദാനങ്ങൾ കൊണ്ട് എന്നെ നിറയ്ക്കണേ ആത്മാവേ. റോയി ഏൺസ്റ്റിനെ സമർപ്പിക്കുന്നു, ലിജോ ജോണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവിന്റെ പരിശുദ്ധാത്മാവേ, എന്നെ നയിക്കണമേ. ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളെ നയിക്കണേ ആത്മാവേ. എല്ലാ കഷ്ടതകളിലും ആത്മാവിന്റെ നിറവുണ്ടാവട്ടെ, വലിയ ശക്തി വെളിപ്പെടട്ടെ, ആത്മാവിന്റെ കൃപ നിറയട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ആരാധന ആരാധന ആരാധന. കുടുംബങ്ങളിലേക്ക് ഈശോയെ റീജ സുജിയെ സമർപ്പിക്കുന്നു, ടിറ്റോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജോസഫ് ടോണിയെ സമർപ്പിക്കുന്നു ഈശോയെ, ശോഭ ബിജുവിനെ സമർപ്പിക്കും, ഷൈനി ജേക്കബിനെ സമർപ്പിക്കുന്ന കർത്താവെ, നീഷോ ഐസക്കിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവെ. എല്ലാ മക്കളുടെയും കണ്ണുനീരുകളിലേക്ക് ഈശോയുടെ കൃപ നിറയട്ടെ, ആത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഷാലു ജെയ്ബിയെ സമർപ്പിക്കും, രാധാമണി സോമനെ സമർപ്പിക്കും ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഈശോയെ ഈശോയെ സുബാ എബിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. കർത്താവെ ഓരോ മക്കളുടെയും കണ്ണുനീരുകളിലേക്ക്, ജോലി മേഖലകളിലേക്ക്, കർത്താവെ തടസ്സങ്ങളിലേക്ക്, വിസ തടസ്സങ്ങളിലേക്ക്, മിനി സോജനെ സമർപ്പിക്കുന്ന കർത്താവെ, കുടുംബ സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ആൻസി ബോബിയെ സമർപ്പിക്കുന്ന കർത്താവേ, ആലീസ് ജെയിംസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ മക്കളിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ, എല്ലാ മക്കളിലേക്കും ഈശോയുടെ വലിയ കൃപ നിറയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എന്റെ ആത്മാവിന്റെ സൗഖ്യമേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. എന്നെ പ്രകാശിപ്പിക്കണേ പരിശുദ്ധാത്മാവേ, എന്നെ നയിക്കണേ പരിശുദ്ധാത്മാവേ, എന്നെ ആശ്വസിപ്പിക്കണേ പരിശുദ്ധാത്മാവേ. ഞാൻ ചെയ്യേണ്ടത് എന്തെല്ലാം എന്ന് അങ്ങനോട് പറയണേ പരിശുദ്ധാത്മാവേ, അങ്ങനോട് ആജ്ഞാപിക്കണേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ജോജു ജോർജിനെ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവേ, ജൂലി റീനിമോനെ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവേ, ബിൻസി ഷോജിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഓ പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങേ അനുസരിക്കട്ടെ പരിശുദ്ധാത്മാവേ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയുടെ അടിമയായിട്ട് എന്നെ സമർപ്പിക്കുകയാണ്, എന്നിൽ വന്ന് നിറയണേ ആത്മാവേ. പരിശുദ്ധാത്മാവേ, സിജോ അനൂപിനെ സമർപ്പിക്കും.
ഈശോയെ ലിജു ജേക്കബിനെ സമർപ്പിക്കുന്നു കർത്താവെ. എല്ലാ മക്കളുടെയും നിയോഗങ്ങൾ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടാൻ, എല്ലാ മക്കളും ആത്മാവിന്റെ വലിയൊരു അഭിഷേകത്തിൽ നിറയപ്പെടുവാൻ. ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിയണേ ആത്മാവേ. എല്ലാ മക്കളിലേക്ക് വലിയ ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിൽ മക്കൾക്ക് വലിയ മാറ്റങ്ങൾ കർത്താവെ. ലോറൻസിനെ സമർപ്പിക്കുന്നു, സെറിൻ തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ജമ്മ പണിക്കറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഓരോ മക്കളുടെയും കണ്ണുനീരുകളിലേക്ക് ഈശോ കടന്നു വരട്ടെ. ബെന്നി തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സിജോ അനൂപയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾ വെളുപ്പിന് പോകാനിരിക്കുന്ന കർത്താവെ ഞങ്ങളുടെ മെഡ്ജുകോടി തീർത്ഥാടനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. 86 പേരെയും തിരുമുൻപിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മോളി തോമസിനെ സമർപ്പിച്ച്, അമ്മിണി വർഗീസിനെ സമർപ്പിക്കുന്നു കർത്താവെ. ജോബി ഇമ്മാനുവേലിനെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിജയൻ പാലക്കലിനെ, കണ്ണിന്റെ കാഴ്ചക്കുറവിനെ സമർപ്പിക്കുന്നു. ആൽഫ്രഡ് റിസൂസയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ മക്കളിലേക്കും പരിശുദ്ധാത്മാവ് നിറയട്ടെ, എല്ലാ മക്കളിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. ആത്മാവിന്റെ വലിയ നിറവുണ്ടാവാൻ പന്തക്കുസ്താ തിരുനാളിന് വേണ്ടിയുള്ള നമ്മുടെ ഈ ഒരുക്ക ദിനങ്ങളിൽ വലിയ ഇടപെടലുകൾ ഉണ്ടാകാൻ ആഗ്രഹിക്കാൻ സാധിക്കുന്നവരെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി പങ്കെടുക്കാനായിട്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. പറ്റുമെങ്കിൽ പരിശുദ്ധാത്മ പ്രചോദിപ്പിക്കുന്ന നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കർത്താവെ സ്തുതിക്കും. ആത്മാവെ ഏറ്റെടുക്കണേ ആത്മാവെ. സുബി ബിജുവിനെ സമർപ്പിക്കുന്നു കർത്താവെ. ബിന്ദു ജോയിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരുണയായിരിക്കണേ ഈശോയെ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് കാര്യങ്ങൾ കൂട്ടിപ്പിടിച്ച് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാം. എല്ലാറ്റിനെയും നവീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവെ ആഗ്രഹിക്കുക. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളിലേക്ക് ആത്മാവ് ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ഞാൻ കറ്റകൾക്ക് ചുറ്റും വലിയ ഒരു തീജ്വാലയായി മാറുമെന്ന് പറഞ്ഞതുപോലെ ആത്മാവിന്റെ വലിയ നിറവ് നമ്മളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, സഭയിലേക്ക്, മക്കളിലേക്ക് എല്ലാം നിറയപ്പെടും. ഈശോയെ ശ്രീജതയെ സമർപ്പിക്കുന്നു, ജീവ ജോയിയെ സമർപ്പിക്കുന്നു കർത്താവെ. ഈശോയെ സാജു ജോർജ് കോശിയെ സമർപ്പിക്കുന്നു, ബിനുവിന് കോശിയെ സമർപ്പിക്കുന്നു കർത്താവെ. കരുണയാകണം കർത്താവെ. ആൽബർട്ട് പൗലോസിനെ സമർപ്പിക്കുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങൾ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ പരിശുദ്ധ സ്നേഹത്തിന്റെ കതിരുകൾ ഞങ്ങൾ പരത്തുകയും ചെയ്യണമേ. നിത്യവും ഞങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, അനുതാപത്തിന്റെ അരൂപി ഞങ്ങൾക്ക് നൽകണേ പരിശുദ്ധാത്മാവേ. അനുതാപത്തിന്റെ അരൂപി ഞങ്ങൾക്ക്, പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ. വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഉറവിടമായ എന്റെ പരിശുദ്ധാത്മാവേ, യേശുവിന്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടത്തുകയും ചെയ്യണമേ. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിതരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവേ, അവിടുത്തെ സമാശ്വാസത്തിന്റെ ശീതള ഛായയിൽ ഞങ്ങളെ നിർത്തണമേ. സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ. അഗതികളുടെ ആശ്രയവും പരദാനങ്ങളുടെ ഉറവിടവുമായ എന്റെ പരിശുദ്ധാത്മാവേ, അവിടുത്തെ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റണമേ. മനസ്സിന്റെ ശൂന്യത മാറ്റി ഹൃദയം ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വഴികൾ അങ്ങ് നേരെയാക്കുകയും വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് തിരിക്കുകയും ചെയ്യണമേ. സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ. ഐക്യത്തിന്റെ നിദാനമായ പരിശുദ്ധാത്മാവേ, അകന്നുപോയവരെ അടുപ്പിക്കുകയും ഭിന്നതകൾ അകറ്റുകയും ചെയ്യണമേ. ഞങ്ങളുടെ നെടുവീർപ്പുകളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. നിങ്ങളുടെ പദ്ധതികളെ അങ്ങ് നയിക്കുകയും ചെയ്യണമേ. കർത്താവിന്റെ ആത്മാവെ, അന്നു ജോസിനെ, വിജയൻ പാലക്കലിനെ, ഫിലിപ്സൺ ജോസഫിനെ, ബിജോയി ജോസഫിനെ കർത്താവിന്റെ ആത്മാവെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് സിജു കുര്യാക്കോസിനെ സമർപ്പിക്കുന്നു കർത്താവെ. ജാൻസി സിജുവിനെ, അനു ജെയ്മോനെ കർത്താവെ സമർപ്പിക്കുന്നു കർത്താവെ. ഓരോ മക്കളുടെയും കണ്ണുനീരുകളെ, കുടുംബത്തെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ ഭവനത്തെ, ഞങ്ങളുടെ കോണിഗിരിയേഷനെ കർത്താവെ എല്ലാം നിനക്ക് സമർപ്പിക്കുക കർത്താവെ. പ്രഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ലൈജു തോമസിനെ സമർപ്പിക്കുന്നു കർത്താവെ. അനേക സിസ്റ്റേഴ്സിനെ സമർപ്പിക്കുകയാണ് കർത്താവെ. ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടലുകൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്കൊക്കെ ഉണ്ടാകട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർക്കും, എല്ലാം പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർക്കും. നമ്മുടെ മക്കളുടെ ജീവിതങ്ങളെ ആത്മാവ് ഏറ്റെടുക്കും. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. സങ്കടങ്ങളിലേക്ക് ആത്മാവ് കടന്നു. അൽഫോൻസ ജോസഫിനെ സമർപ്പിക്കും കർത്താവെ. മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈശോയെ, ഇന്ന് സ്കാനിങ് നടക്കുന്ന കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈശോയെ, കരുണ കാണിക്കണേ കർത്താവെ. വലിയ കരുണ ഞങ്ങളുടെ കുടുംബത്തോട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കാണിക്കണേ കർത്താവെ. ലോകം മുഴുവനുള്ള എല്ലാ മക്കളിലേക്ക് ഈശോയുടെ കൃപ നിറയട്ടെ. ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സഭയെ മുഴുവൻ സമർപ്പിച്ച് ആത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആത്മാവ് നിറയട്ടെ. ആത്മാവിന് സിസ്റ്റർ മോളിയെ സമർപ്പിക്കുന്ന കർത്താവെ. പന്തക്കുസ്ത അനുഭവം ഞങ്ങൾക്ക് തരണേ കർത്താവെ. സഭയെ ഏറ്റെടുക്കണം. ദിവ്യ സുനിലിനെ, ഷാനിലിനെ സമർപ്പിക്കും. എലിസബത്ത് ചെറിയാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവെ. കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ഈശോ കടന്നു വരട്ടെ.
മക്കളുടെ മാനസാന്തരം ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ കണ്ട് പരിശുദ്ധാത്മാവേ, ആദിമ സഭാ സമൂഹത്തിനുണ്ടായ വലിയ മനപരിവർത്തനങ്ങൾ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നിറയട്ടെ. ഈശോയെ, ഷേർലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മിനി ജോസ് ഫിലിപ്പിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, കരുണ 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 ആത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളിലും നിറയാൻ ആഗ്രഹിച്ച് റോഷൻ ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മഞ്ജു മജുവിനെ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, അർലിന്റെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ, രോഗികളെ സുഖപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, രോഗക്കിടക്കയിലായിരിക്കുന്നവരെ ജിജോ ജോസഫിനെ സമർപ്പിക്കും. അധികമാമഭിഷേകം പകരണമേ പരിശുദ്ധാത്മാവേ, രക്തത്തിന് അഭിഷേകം അധികമാമളവിൽ അഭിഷേകം പകരണമേ. കർത്താവേ, സാജു സേവ്യറിനെ സമർപ്പിക്കുന്ന കർത്താവേ, പുതിയട്ടെ പുതിയൊരു അഭിഷേകം ആത്മാവേ. റെജി തോമസിനെ സമർപ്പിക്കുന്ന കർത്താവേ, പുതിയട്ടെ പുതിയൊരു അഭിഷേകം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അങ്ങുകൂടെ വസിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഷൈനി ജേക്കബിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, കരുണ കാണിക്കണ കർത്താവേ, ബലമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കും. രോഗക്കിടക്കയിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കും. ഈശോയെ, മാനസാന്തരം ഇല്ലാത്ത ജീവിതങ്ങളെ നേടിടുവാൻ കർത്താവേ, റോബിൻ ജി സിറിയക്കനെ സമർപ്പിക്കും. സുഖം വെടിയാത്ത ജീവിതങ്ങളെ നേടിടുവാൻ ഈശോയെ, ബിബിൻ വർഗീസിനെ സമർപ്പിക്കുന്നു. മാനസാന്തരം ഇല്ലാത്ത ജീവിതങ്ങളെ നേടിടുവാൻ ഈശോയെ ആരാധന. പാപസുഖം വെടിയാത്ത ജീവിതങ്ങളെ നേടിടുവാൻ ഹല്ലേലൂയ. ഈശോയെ, ജസീന്ത ജോർജിനെ സമർപ്പിക്കും. ശക്തി വെളിപ്പെടുവാൻ ആത്മാവേ, ഗാനത്തിൻ ശക്തി നിറച്ചു നയിക്കണമേ. ആദിയിലേക്കോൾ ഇന്നിവിടെ ശക്തി വെളിപ്പെടും. ഈശോയെ, കെ എൻ ഗോപാലനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കുടുംബങ്ങളെല്ലാം ഈശോയെ നീ ഏറ്റെടുക്കണേ. രോഗികളെ സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ മക്കളുടെയും നിയോഗങ്ങളിലേക്ക് ഈശോയെ നിന്റെ വലിയ കരുണ ഒഴുകി വരട്ടെ. ഈശോ എല്ലാ മക്കളും നിറയ്ക്കട്ടെ. ബോബി തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ, ബിസിനസ് തകർന്നു പോയ മക്കളെ സമർപ്പിക്കും. ബിബിൻ വർഗീസിനെ സമർപ്പിക്കുന്നു. രാജി ബിജുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ടോം ജാസിനെ സമർപ്പിക്കുന്ന കർത്താവേ, ഈശോയെ, എല്ലാ മക്കളെ രോഗപീഠകളെ കർത്താവേ, കണ്ണുനീരുകളെ നീ ഏറ്റെടുക്കണം. ഈശോയെ, ടൈറ്റസ് ആന്റണിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ, റോഷ്നി ആൽവിനെ സമർപ്പിക്കുന്ന കർത്താവേ, ആൽവിൻ തോമസിനെ സമർപ്പിക്കുന്ന കർത്താവേ, വിവാഹ തടസ്സമുള്ള മകനെ അനുഗ്രഹിക്കണ കർത്താവേ. ഈശോയെ, കുടുംബങ്ങളിലെ ഹല്ലേലൂയ ഹല്ലേലൂയ ജീവിതങ്ങളെ നേടിടുവാൻ യേശുവേ, ഈശോയെ അനുഗ്രഹിക്കണ കർത്താവേ. കുടുംബ ജീവിതങ്ങളെ ഈശോയെ ഏറ്റെടുക്കണം. ശോഭന ഭാസ്കരനെ സമർപ്പിക്കുന്ന കർത്താവേ, റൂഹ 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 റൂഹ. കർത്താവിന്റെ പരിശുദ്ധാത്മാവേ, അങ്ങ് നയിക്കണേ ആത്മാവേ, അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ നയിക്കണേ ആത്മാവ്. ജോളി ജോബിനെ സമർപ്പിക്കും. ഈശോയെ, സജി ജോസഫിനെ സമർപ്പിക്കുന്നു. ഈശോയെ, ലിജു ജോസഫിനെ സമർപ്പിക്കുന്ന കർത്താവേ, ഈശോയെ കരുണയാകണേ കർത്താവേ. ബിനോയി സെബാസ്റ്റ്യനെ സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. യേശുവേ, കരുണയാകണേ കർത്താവേ. നിന്റെ പരിശുദ്ധാത്മാവിൽ മക്കളെ നിറയ്ക്കണേ. അനിലിനെ സമർപ്പിക്കുന്ന കർത്താവേ. ഓരോ കുടുംബങ്ങളെ രോഗപീഠകൾ, വിസാ തടസ്സങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥ, കുടുംബ സമാധാനക്കേട്, വീടില്ലാത്ത മക്കള്, ഈശോയെ, വഴിക്കവലകളിൽ കിടക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ. ആശ്രയമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്ന ഈശോയെ, മനസ്സിന്റെ സമനില തെറ്റിയ മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ. രാജേഷിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കരുണയാകണേ 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 കരുണയാകണേ. ഈശോയെ, ഷൈനി ജോസിനെ സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ഈശോയെ ഈശോയെ, ആരാധന ആരാധന ആരാധന. കർത്താവിന്റെ പരിശുദ്ധാത്മാവേ, ലിൻസി ആഷിനെ സമർപ്പിക്കുന്ന കർത്താവേ,
ഓരോ മക്കളുടെയും വേദനകളിലേക്ക് ഈശോ നിറയട്ടെ. ഓരോ മക്കളുടെയും വേദനകളിലേക്ക് ഈശോ നിറയട്ടെ. ഈശോ മാത്രമാണ് നമുക്ക്, ഈശോ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലുള്ള. ജൂലി ജോയിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കരുണ കാണിക്കണേ കർത്താവേ, കരുണയായിരിക്കണമേ കർത്താവേ. ഈശോയെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ 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 കർത്താവെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ 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 കർത്താവേ കരുണയാകണേ കർത്താവേ, കരുണയാകണേ കർത്താവേ, കരുണയാകണേ ഈശോയെ. കർത്താവെ എല്ലാ മക്കളെ സമർപ്പിക്കണം, രോഗപീഠകളായിരിക്കുന്ന മക്കള്. ഈശോയെ കരുണയായിരിക്കണമേ കർത്താവെ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കർത്താവെ കരുണയാകണേ അപ്പാ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ അങ്ങയുടെ വലിയ കരുണയിലേക്ക് ഈ മക്കളെല്ലാം ഈശോയെ പ്രീതി ഷിജോയെ ഈശോ ജീച്ചായന്റെ അപ്പച്ചനും അമ്മ പെട്ടെന്ന് മരിച്ചുപോയി, വലിയ സങ്കടത്തിലാണ് ഈശോ. ഹിമാസ് ആംസനെ സമർപ്പിക്കുന്നു, മിലോണ ജോർജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണ കാണിക്കണേ ഈശോയെ, ഈശോയെ കരുണ കാണിക്കണേ അപ്പ. ഈശോയെ പ്രത്യേകമായി നിന്റെ കരങ്ങളിലേക്ക് ഈശോയെ മെഡ്ജുഗോറി യാത്രയെ സമർപ്പിക്കുന്നു, അതിന്റെ ഓർഗനൈസേഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ എവിടെയായിരിക്കുന്നു ഓരോ ദിവസങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ കരുണയായിരിക്കണേ ഈശോയെ, കരുണയായിരിക്കണേ കർത്താവെ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈശോയെ കരുണയായിരിക്കണേ ഈശോയെ. കർത്താവെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഈശോയെ ജോഷി പൊന്തോക്കനെ സമർപ്പിക്കുന്ന കർത്താവെ കരുണയായിരിക്കണം ഈശോയെ. മിനി ജോസ് ഫിലിപ്പിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളിലും ഈശോ നിറയട്ടെ, ഓരോ മക്കളിലും ഈശോ നിറയട്ടെ. എല്ലാ മക്കളുടെയും ജീവിതങ്ങളിലേക്ക് ഈശോ കടന്നു വരാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെയൊക്കെ കുടുംബ ജീവിതങ്ങളെ ഈശോയ്ക്ക് കൊടുക്കാം. പരിശുദ്ധാത്മാവ് നിറയട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായിട്ട് ചില കണ്ണുനീരിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, കുടുംബജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അങ്ങനെ അനേക വിധത്തിൽ തകർച്ചയിലായിരിക്കുന്ന എല്ലാ മക്കളെയും യേശുവിന്റെ അൾത്താരയ്ക്ക് മുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കാം. ബിജു ആന്റണിയെ സമർപ്പിക്കാം. ഈശോയെ ഓപ്പറേഷൻ ആയിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവെ കരുണയായിരിക്കണമേ, കരുണയായിരിക്കണേ കർത്താവെ. ഈശോയെ ബേബി അബ്രഹാമിനെ ഈശോയെ കരുണയായിരിക്കണേ കർത്താവെ. പ്രത്യേകമായിട്ട് ബിക്കിയെ സമർപ്പിക്കുന്നു. അലക്സ് ജിയോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെ എല്ലാ കുടുംബ നിയോഗങ്ങളെ, അവരുടെ എല്ലാ മേഖലകളെ, ശുശ്രൂഷകളെ ഏറ്റെടുക്കണേ ഈശോയെ. കർത്താവെ പ്രത്യേകമായിട്ട് തോമസ് ചേട്ടനെ ആരോഗ്യാവസ്ഥയെ സമർപ്പിക്കുന്നു. ബിനുവിനെ മാത്തച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഈശോയെ മനോജിനെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഈശോയെ ഷാജി തോമസ് ചേട്ടനെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഷാജി ചേട്ടനെ കുടുംബത്തെ സമർപ്പിക്കുന്നു. കർത്താവെ ജാക്കലി ചേച്ചിയുടെ കണ്ണുനീരുകളെ സമർപ്പിക്കുന്നു. ഈശോയെ ജോൺ ചേട്ടനെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഷാബു ചേട്ടനെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ജെറിച്ചേട്ടനെ, സുനിയെയും കുടുംബത്തെ, കുഞ്ഞുങ്ങളെ സമർപ്പിക്കും. ഈശോയെ ഡയാനെ ഷാജിയെയും കുഞ്ഞുങ്ങളെ സമർപ്പിക്കും. ഈശോയെ പ്രിൻസിയെ മാർട്ടിനെ സമർപ്പിക്കുന്നു. ഷാനുവിനെ കുഞ്ഞിനെ സമർപ്പിക്കുന്നു. ഈശോയെ സെബിനെ അനുവിനെ കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണേ കർത്താവെ, അനുഗ്രഹിക്കണേ എന്ന് ഈശോ. എബിനെ കാതറിനെ ഒരു കുഞ്ഞുവാവയെ കൊടുത്ത് അനുഗ്രഹിക്കണേ കർത്താവ്. ടിങ്കിളിനെ സമർപ്പിക്കുന്ന പിതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവ്. എല്ലാ വൈദികരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈശോയെ ജോലി മേഖലകളിലേക്ക് അവിടുത്തെ ആത്മാവ് നിറയട്ടെ, ജോലി മേഖലകളിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് സ്തുതിക്കാം. കർത്താവിന്റെ ആത്മാവേ, കർത്താവിന്റെ ആത്മാവേ, അവിടുന്ന് ഞങ്ങളിൽ വന്ന് വസിക്കണേ ആത്മാവേ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പന്തക്കോസ്താ തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്ക ദിനത്തിന്റെ ഏറ്റവും 9ാമത്തെ ദിവസത്തിലാണ് നമ്മൾ നിൽക്കുക. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ വന്ന് നിറയണമേ. വലിയൊരു മാനസാന്തരമാണ് പരിശുദ്ധാത്മാവിലൂടെ പൗലോസ്ലീഹായി മാറുന്ന സൗളിന് കിട്ടും. നമുക്കറിയാം, ഇതെല്ലാം നമ്മൾ വായിച്ചത് അങ്ങനെയാണ്. എസ്തപ്പാനോസിനെ കൊല്ലാനായി മുമ്പിൽ നിന്ന വ്യക്തിയാണ് സൗളായ പൗലോസ്. എന്നാൽ ആത്മാവിന്റെ വലിയൊരു ടച്ച് സൗളിലേക്ക് കടന്നു വരുന്ന വചനഭാഗമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. സൗൾ അപ്പോഴും കർത്താവിന്റെ ശിഷ്ടിയുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാർ ആരെ കണ്ടവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശം ഒരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു. നിലം പതിച്ചു. സ്വരം തന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കും? അവൻ ചോദിച്ചു, കർത്താവേ അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക, നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ അവന് കാണാൻ ആരെയും കാണായിക സ്തബ്ധരായി നിന്നുപോയി. സൗൾ നിലത്തു നിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. അനനിയാസ് എന്ന് പേരായ ഒരു ശിഷ്യൻ ദമാസ്കസിലുണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു. അനനിയാസ്, അവൻ വിളി കേട്ടു. കർത്താവ് ഇതാ ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് റെജിവീതി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന യുദാസിന്റെ ഭവനത്തിൽ താർസോസുകാരനായ സൗളിനെ അന്വേഷിക്കുക. അവൻ ഇതാ
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവെ, മേരി ഫിലോമിനായി, ബിജു സേവറിനെ, സുജാ തോമസിനെ, സിബി വർഗീസിനെ, ബീന സക്രിയായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനനിയാസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തന്നെ മേൽ കൈകൾ വയ്ക്കുന്ന അവന് ദർശനമുണ്ടായി. അനനിയാസ് പറഞ്ഞു, കർത്താവെ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അവളുടെ പേരിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥരാക്കിയതിനുള്ള അധികാരം പുരോഗത പ്രമുഖന്മാർ നമ്മൾ സമ്പാദിച്ചിരുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതികളുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ. എന്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. അനനിയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരനായ സാവൂൾ, യാത്രാമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചു. ഉടൻ തന്നെ ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് അവന്റെ കണ്ണുകൾ നടന്നു വീഴുകയും അവനെ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അനന്തരം അവൻ ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിക്കുകയും ദമാസ്കസിലെ ശിഷ്യന്മാരുടെ കൂടെ കുറെ ദിവസം താമസിക്കുകയും ചെയ്തു. അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. അത് കേട്ടവരെല്ലാം വിസ്മയഭരിതരായി പറഞ്ഞു, ജെറുസലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്നത് ഇവനല്ലേ? ഇവിടെയും അങ്ങനെയുള്ളവരെ ബന്ധനസ്ഥരാക്കി പുരോഗത പ്രമുഖന്മാരുടെ മുൻപിൽ കൊണ്ടുപോകാൻ വേണ്ടിയല്ല ഇവൻ വന്നിരിക്കുന്നു. സാവൂൾ ആകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തുവിൻ തെളിയിച്ചുകൊണ്ട് ദമാസ്കസിൽ താമസിച്ച യഹൂദന്മാരെ ഉത്തരം മുട്ടിച്ചിരുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവനെ വധിക്കാൻ യഹൂദന്മാർ ഗൂഢാലോചന നടത്തി. അത് സാവൂളിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവനെ വധിക്കാൻ രാവും പകലും അവർ കവാടങ്ങളിൽ ശ്രദ്ധാപൂർവ്വം കാത്തിരുന്നു. എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രി അവനെ ഒരു കുട്ടയിലെത്തി മതിലിന് മുകളിലൂടെ താഴെ ഇറക്കി. ജെറുസലേമിലെത്തിയപ്പോൾ ശിഷ്യന്മാരുടെ സംഘത്തിൽ ചേരാൻ അവർ ശ്രമിച്ചു. എന്നാൽ അവർക്കെല്ലാം അവനെ ഭയമായിരുന്നു. കാരണം അവൻ ഒരു ശിഷ്യനാണെന്ന് അവർക്ക് വിശ്വസിച്ചില്ല. ബാർണബാസ് അവനെ അപ്പസ്തോലന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. സാവൂൾ വഴിയിൽ വെച്ച് കർത്താവിനെ ദർശിച്ചതും അവിടുന്ന് അവരോട് സംസാരിച്ചതും ദമാസ്കസിൽ വെച്ച് യേശുവിന്റെ നാമത്തിൽ അവൻ ധൈര്യപൂർവ്വം പ്രസംഗിച്ചതും ബാർണബാസ് അവരെ വിവരിച്ചു കേൾപ്പിച്ചു. അനന്തരം സാവൂൾ അവരോടൊപ്പം ജെറുസലേമിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ ധൈര്യത്തോടെ പ്രസംഗിച്ചു. ഗ്രീക്കുകാരോട് അവൻ പ്രസംഗിക്കുകയും വാദപ്രതിവാദം ഏർപ്പെടുകയും ചെയ്തു. അവരാകട്ടെ അവനെ വധിക്കാൻ ശ്രമിച്ചുകൊണ്ട്. എന്നാൽ ഇവരും പറഞ്ഞ സഹോദരന്മാർ അവനെ കേസരകൾ കൊണ്ടുവന്ന് താർസോസിലേക്ക് അയച്ചു. അങ്ങനെ യൂദയ, ഗലീലി, സമരിയ എന്നിവിടങ്ങളിൽ സഭയിൽ സമാധാനമുള്ളവയെ അത് ശക്തി പ്രാപിച്ച ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്ന് വികസിച്ചു. പത്രോസ് ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ ലീദായിലെ വിശുദ്ധരുടെ അടുക്കലെത്തി. അവിടെ ഐനയാസ് എന്നൊരുവനെ അവൻ കണ്ടുപിട്ടി. അവൻ 8 വർഷമായി തള്ളവാദം പിടിപെട്ട് രോഗശൈലിയിലായിരുന്നു. പത്രോസ് അവനോട് പറഞ്ഞു, ഐനയാസെ, യേശുക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു. എഴുന്നേറ്റ് നിന്റെ കിരീടക്ക ചുരുട്ടുക. ഉടൻ തന്നെ അവൻ എഴുന്നേറ്റു. ലീദായിലെയും സാറോണിലെയും സകല ജനങ്ങളും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. യോപ്പായിൽ തബീത്ത എന്നു പേരായ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഈ പേരിന് മാൻപേട എന്നാണ് അർത്ഥം. സൽകൃത്യങ്ങളിലും ദാനധർമ്മങ്ങളും അവൻ സമ്പന്നനായിരുന്നു. ആയിടെ അവൾ രോഗം പിടിപെട്ട് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് മുകളിലത്തെ നിലയിൽ കിടത്തി. ലീദ യോപ്പയുടെ സമീപത്താണ്. പത്രോസ് അവിടെയുണ്ടെന്നറിഞ്ഞ് ശിഷ്യന്മാർ 2 പേരെ അയച്ച് താമസിയാതെ തങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു. പത്രോസ് ഉടനെ അവരോടൊപ്പം പുറപ്പെട്ടു. സ്ഥലത്തെത്തിയപ്പോൾ അവൻ മുകളിലത്തെ നിലയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി. വിധവകൾ എല്ലാവരും വിലപിച്ചുകൊണ്ട് അവന്റെ ചുറ്റും നിന്ന്. അവൾ ജീവിച്ചിരുന്നപ്പോൾ നിർമ്മിച്ച വസ്ത്രങ്ങളും മേലങ്കികളും അവർ അവന് കാണിച്ചു. പത്രോസ് എല്ലാവരെയും പുറത്താക്കിയതിനു ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പിന്നീട് മൃതശരീരത്തിന് നേരെ തിരിഞ്ഞ് പറഞ്ഞു, തബീത്ത, എഴുന്നേൽക്കൂ. അവൾ കണ്ണു തുറന്നു. പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു. അവൾ അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നീട് വിശുദ്ധരെയും വിധവകളെയും വിളിച്ച് അവളെ ജീവിക്കുന്നവളായി അവരെ ഏൽപ്പിച്ചു. ഇത് യോപ്പ മുഴുവൻ പരസ്യമായി വളരെ പേർ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തു. അവർ തുകൽ പണിക്കാരനായ ശിമയോന്റെ കൂടെ യോപ്പായിൽ കുറെ നാൾ താമസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവെ, കെസ് തോമസിനെ, ജോണിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോഷിയെ സമർപ്പിക്കുന്നു. പ്രിൻസി സോബിനെ സമർപ്പിക്കുന്ന കർത്താവെ, ഈശോയെ കരുണയായിരിക്കണം. ഈശോയെ ഷിജിമോൾ ജോസഫിനെ, തോമസ് എബ്രഹാമിനെ ഈശോയെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവ്, ഓരോ മക്കളുടെയും വേദനകളെ, കണ്ണുനീരുകളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശോയെ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ആൻസി ചേച്ചി വലിയേട്ടനെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. സാൽ ചേച്ചി സിബി ചേട്ടനെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ലിഷിയ റിജോയെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ ലത്തി ചേച്ചിയില്ല സൗമ്യ സൈദറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബിൻസി ജോർജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനിത, സാറ, ജോയിയെ കർത്താവെ നീയോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലേക്ക്, എല്ലാ മക്കളിലേക്ക് ഈശോ നിറയട്ടെ. സബീന സ്റ്റാൻലിയെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവ് നമ്മളിൽ നിറയപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. മറ്റുള്ളവർ കൂടി പങ്കെടുക്കാൻ ഒരു അവസരം ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്നെങ്കിൽ, നിങ്ങൾ മൂലം കൊടുക്കുന്നെങ്കിൽ നമുക്കത് വെച്ച് പ്രാർത്ഥിക്കാം. പറ്റുമെങ്കിൽ നിങ്ങളതൊന്ന് ചെയ്യുക. ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ നന്ദി പറയുന്നു. കർത്താവെ, കരുണയായിരിക്കണേ. ഈശോയെ കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയുടെ നാമത്തിൽ എല്ലാ മക്കളിലും ഈശോയുടെ വലിയ കൃപ നിറയും.
നിറയട്ടെ. ഈശോയുടെ വലിയ കൃപ, വലിയ അഭിഷേകം, ഈശോയുടെ വലിയ സാന്നിധ്യം എല്ലാം നിറയപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. സ്വർഗത്തിന്റെ വലിയ ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ജോയ്സി മാർട്ടിനെ സമർപ്പിക്കുന്നു. ഈശോയെ, എൽസി ജിജോയെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, പന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുക്ക ദിനത്തിന്റെ 9ാം ദിനത്തിലാണ് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അല്പനേരം വചനം വായിച്ചു പരിശുദ്ധാത്മാവിനോട് ചേർന്ന് സ്തുതിച്ചും പ്രാർത്ഥിക്കുക. ആനി ഷെൻസിനെ സമർപ്പിക്കുന്നു. ഈശോ എല്ലാ മക്കളിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നാളെ വെളുപ്പിന് മെഡ്ജുഗോറിക്ക് പോവുകയാണ്. ഞങ്ങൾ 86 പേരുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. മെഡ്ജുഗോറി ചെന്നിട്ടും നമ്മൾ ലൈവിൽ ശുശ്രൂഷ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. സമയം ചെറിയൊരു ചേഞ്ച് ഉണ്ടാകും. കാരണം അവിടുത്തെ സമയം എനിക്ക് ഫ്രീ ടൈം കിട്ടണം. എങ്കിലും നമ്മൾ ശുശ്രൂഷ മുടങ്ങാതെ 50 ദിവസവും കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈശോയെ, സബീന, സ്റ്റാൻലി, നിങ്ങളെല്ലാവരും ഓർക്കും അവിടെ ചെന്ന് പരിശുദ്ധ അമ്മയുടെ തൃപ്പാദത്തെങ്കിൽ നിങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നാളത്തെ ലൈവിൽ നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ എഴുതിയിടുക. അപ്പം നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ വലിയ കൃപയും ശക്തിയും ബലവും എല്ലാം കിട്ടട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹത്തിന്റെ ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, എന്നെ നയിക്കണേ. പരിശുദ്ധാത്മാവെ, എൻ്റെ ജീവിതങ്ങളെ ഏറ്റെടുക്കണേ. ആത്മാവെ, എൻ്റെ കുടുംബത്തെ ഏറ്റെടുക്കണേ. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അതുമൂലം മറ്റുള്ളവർക്കും നമ്മുടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് പറ്റും. ആത്മാവിന്റെ നിറവ് കിട്ടും. ആത്മാവിന്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാവും. ഈശോയെ, സാജു ജേക്കബിനെ, മഹിമ ജിബിയെ സമർപ്പിക്കുന്ന കർത്താവെ. ഈശോയെ, മിനി പൗലോസിനെ സമർപ്പിക്കുന്ന കർത്താവെ, കരുണയായിരിക്കണം. ഈശോയെ, ബെർക്കുമാൻസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ മക്കളിലും നമുക്ക് വലിയൊരു പന്തക്കുസ്ത അനുഭവം, വലിയൊരു ഇവാഞ്ചലൈസേഷൻ മിനിസ്ട്രി, നമ്മുടെ ശുശ്രൂഷകളെല്ലാം ഉണ്ടാകാൻ ആഗ്രഹിക്കാം. കർത്താവെ, എല്ലാ മക്കളിലും വലിയൊരു അഭിഷേകം ഉണ്ടാവട്ടെ. കർത്താവിന്റെ വലിയ ആത്മാവിന്റെ അനോയിന്റിങ് ഉണ്ടാവണം. നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്നേഹത്തോടെ പാടാം, പ്രാർത്ഥിക്കാം. ആത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധ ഷെറിൻ അജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, എല്ലാ മക്കൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ മേൽ കർത്താവിന്റെ ആത്മാവ് ഇടപെടട്ടെ. രാജു ഫ്രാൻസിസിനെ സമർപ്പിക്കും. ഈശോയെ അനുഗ്രഹിക്കണേ. ഈശോയെ അനുഗ്രഹിക്കണേ കർത്താവ്. ലോകം മുഴുവനുള്ള എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈശോയെ, ഷൈനി ജോസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവേ, രോഗക്കിടക്കയിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. നിറയണമേ. സ്നേഹത്തോടെ ആഗ്രഹിച്ച് കണ്ണുകൾ അടച്ച് പാടി പ്രാർത്ഥിച്ചേ. ഈശോയെ, മജുമോനെ സമർപ്പിക്കുന്ന കർത്താവെ. അഞ്ജു ജോസഫിനെ, റെറ്റി സ്റ്റീഫനെ സമർപ്പിക്കുന്ന കർത്താവെ. ആത്മാവേ, നിറയണമേ. യേശുവേ, ആരാധന നിതനഭിഷേകമായി പടരണമേ. പരിശുദ്ധാത്മാവേ, ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. പരിശുദ്ധാത്മാവേ, നിറയട്ടെ. ആത്മാവേ, അഗ്നി അഭിഷേകമേ. ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണം. എന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വന്ന് നിറയണേ. ആത്മാവേ, ഈ കുഞ്ഞുമോനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. രോഗികളായ മക്കളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത വ്യക്തികളെ സമർപ്പിക്കുന്നു. സഹനത്തിന് തിരിച്ചുള്ള കടന്നു പോകുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളെ സമർപ്പിച്ച് വിവാഹ തടസ്സങ്ങൾ എടുത്തു മാറ്റണേ കർത്താവേ. മക്കളുടെ മാനസാന്തരം ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. കടബാധ്യതയിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എന്റെ പൊന്നു കർത്താവേ, ആത്മാവിന്റെ വലിയ ഇടപെടൽ ഉണ്ടാവട്ടെ. ആത്മാവിന്റെ വലിയ ഇടപെടൽ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രകാശമേ, അഗ്നിയായി ജ്വലിക്കണമേ. പരിശുദ്ധാത്മാവേ, ഒരു ജ്വാലയായി മാറണമേ. എന്റെ പരിശുദ്ധാത്മാവേ, ഏലിൻ പ്രകാശമേ, അഗ്നിയായി ജ്വലിക്കണമേ. പരിശുദ്ധാത്മാവേ, ഒരു ജ്വാലയായി മാറണമേ. കത്തിപ്പടരണമേ. മുള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. ത്തിൽ വന്നു വസിച്ചിടണേ. ത്തിൽ വന്നു വസിച്ചിടണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ. ഈ കാറ്റായി വീശണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ. ജോളമ്മ ചെറിയാനെ സമർപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ. ബിജി സോണിയെ സമർപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ. മെർലി ജോസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ.
എല്ലാ മക്കളുടെയും മേൽ ആത്മാവിന്റെ ഇടപെടൽ ഉണ്ടാവട്ടെ. കർത്താവിന്റെ പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന്റെ ശക്തിയായ ആത്മാവേ, എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ. പരീക്ഷ എഴുതിയിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണേ പരിശുദ്ധാത്മാവേ. IELTS, OET, CBT, OSCE പരീക്ഷ എഴുതുന്ന മക്കളുടെ മേല് ആത്മാവിന്റെ നിറവുണ്ടാവട്ടെ. കർത്താവ് NCLEX എക്സാം എഴുതുന്ന മക്കള്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങള്, പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ നിറയണേ ആത്മാവേ. മാറ്റണമേ യേശുവേ, കരുണയാകണേ. സ്നാനം ചെയ്യണമേ, സൃഷ്ടിയായ എന്നെ മാറ്റണമേ, സൃഷ്ടിയായി ഉയർത്തണമേ പരിശുദ്ധാത്മാവേ, സൃഷ്ടിയായി ഉയർത്തണമേ. കർത്താവേ, ഡിനി വർഗീസിനെ സമർപ്പിക്കും. അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ആത്മാവേ, ആത്മാവേ എന്നെ നിറയണമേ. ഈശോയെ, ലിസ ഷാജുവിനെ സമർപ്പിക്കും. ഇതൻ അഭിഷേകമായി എന്നെ പടരണമേ. ഈശോയെ, ഗീത മാത്യുവിനെ സമർപ്പിക്കുന്നു. കർത്താവേ, ആത്മാവേ എന്നെ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായ ഈശോയെ, കരുണ കാണിക്കണ കർത്താവേ. കൃപയാൽ ജ്വലിപ്പിക്കണേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. ഈശോയെ, കരുണ കാണിക്കണേ. ഈശോയെ, അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശൻ. ഈശോ, എല്ലാ മക്കളുടെയും മേല്, എല്ലാ കണ്ണുനീരുകളിലേക്ക് ഈശോ വന്ന് നിറയട്ടെ. ഈശോയുടെ സാന്നിധ്യം വെളിപ്പെടട്ടെ, ഈശോയുടെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഈശോ, ഈ മക്കളെയൊക്കെ തൊട്ട് അനുഗ്രഹിക്കണ കർത്താവേ. സ്തുതിച്ചാരാധിക്കുന്നു ഈശോയെ, സ്തുതിച്ചാരാധിക്കുന്നു ഈശോയെ. ബോബി ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, കരുണയാകണേ. ഈശോയെ, കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, 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 ഈശോയെ നന്ദി. പരിശുദ്ധാത്മാവിനെ നമ്മളെ ഭരമേൽപ്പിക്കാം. എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ മക്കളുടെയൊക്കെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ വ്യാപാരങ്ങളിലേക്ക്, ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിലേക്കെല്ലാം അങ്ങ് വന്ന് നിറയണേ ആത്മാവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ചിന്തകളിലുമെല്ലാം പരിശുദ്ധ ഞങ്ങളിലെല്ലാം അലസതയുടെ ആത്മാവ് വിട്ടുപോകട്ടെ. എല്ലാ ദുരാശകളുടെ, എല്ലാ ആസക്തികളുടെ ഒക്കെ ആത്മാവ് ഞങ്ങളെ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറയട്ടെ. ദൈവശക്തി ഞങ്ങളിൽ നിറയട്ടെ. ഞങ്ങളുടെ എല്ലാ കഴിവുകേടുകൾ, ഞങ്ങളുടെ ബലഹീനതകളെല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ. എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ജീവിത പങ്കാളിയൊക്കെ സമർപ്പിക്കുക. അവരിലൊക്കെ ഈശോയുടെ ഇടപെടലുകൾ, ആത്മാവിൻ്റെ ടച്ച് ഉണ്ടാകട്ടെ. ഈശോയ്ക്ക് 1 മിനിറ്റ് മതി അവരെയൊക്കെ തൊടാനായിട്ട്. പരിശുദ്ധാത്മാവായ ദൈവമേ, വലിയ മനപരിവർത്തനങ്ങൾ, വലിയ മനസ്സിൻ്റെ ഉരുക്കങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഞങ്ങളിലൊക്കെ വലിയ മാനസാന്തരങ്ങൾ ഉണ്ടാവട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നവരോട് ക്ഷമിക്കാനുള്ള കൃപ തരണേ പരിശുദ്ധാത്മാവേ. ഓരോ മക്കളെ ഏറ്റെടുക്കണേ ഈശോയെ. സാലി സന്തോഷിനെ സമർപ്പിക്കും. ടിജാസ് ജിമ്മിയെ സമർപ്പിച്ച് ജോസ് ദാസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുടുംബജീവിതത്തിൻ്റെ സമാധാനമില്ലാത്ത മക്കള് എല്ലാവരും ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ഈശോ തൊടട്ടെ, ഓരോരുത്തരും ഈശോ തൊടട്ടെ. ഈശോ നിറയട്ടെ ഓരോ മക്കളിലും. ഈശോയുടെ കൃപ നിറയട്ടെ ഓരോ മക്കളിലും. യേശുവേ, ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിന് വേണ്ടി കൊതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൻ്റെ വലിയ ഇടപെടലിന് വേണ്ടി കൊതിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തിപ്പെടുത്തണേ പരിശുദ്ധാത്മാവേ, ശക്തിയായി മാറണേ ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നന്ദി, നന്ദി, നന്ദി. കർത്താവേ, നന്ദി. പരിശുദ്ധാത്മാവായ ദൈവമേ, വന്നു നിറയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കടബാധ്യതകളും, എല്ലാ ബുദ്ധിമുട്ടുകളുള്ള മക്കളെ എല്ലാം നിറയട്ടെ. ആത്മാവ് നിറയട്ടെ. ശക്തമായ സാന്നിധ്യം ചോദിക്കാം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാക്കള്, ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാ മക്കളെയും ലിൻഡ ഷിനോയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും മേൽ ഈശോ നിറയട്ടെ. മക്കളുടെ പരീക്ഷ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. നിങ്ങളിത് ഷെയർ ചെയ്യുക. അവരിലവർ കൂടി പങ്കെടുക്കാനായിട്ട് ഞാൻ ലൈവ് അവസാനിപ്പിക്കുകയാണ്. ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ നാളത്തെ യാത്രയെ നിങ്ങൾ സമർപ്പിക്കണം. നാളെ മെഡ്ജുഗോറി ചെന്നിട്ടായിരിക്കും ലൈവ് ഉണ്ടായിരിക്കുള്ളൂ. ഈ സമയത്ത് ചെയ്യാൻ പറ്റുകയായിരിക്കും, എത്തില്ലായിരിക്കും. അതിന് ശേഷമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയോടുകൂടി ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടുത്തെ സമയം ടൈം ടേബിളും അനുസരിച്ച് ചെയ്യും. എന്നാൽ എല്ലാ ദിവസവും നമ്മൾ ലൈവിൽ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കും.
ആയിരിക്കും. പറ്റുവാണെങ്കിൽ അവിടെ ഒരു ലൈവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ആത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാം കുടുംബങ്ങളെ ഓർക്കുന്നു പ്രിയപ്പെട്ടവരെ. പലരും സംസാരിക്കണം, ഫോണിൽ വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും പോസിബിൾ അല്ല. നിങ്ങൾക്കറിയാലോ, ഒത്തിരി പറയുമ്പോൾ എനിക്ക് ഫോൺ വിളിച്ച് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആണ് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോടൊക്കെ മെസ്സേജ് ഇടാൻ പറയുന്നത്. നിങ്ങൾ മെസ്സേജ് ഇടുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. അതിന് പറ്റുന്നിടത്തോളം മറുപടിയും തരാറുണ്ട്. നിങ്ങളെന്നെ വിളിക്കാനായിട്ട് ശ്രമിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചോളാം. എല്ലാ മക്കളും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മക്കളെ ഈശോ അനുഗ്രഹിക്കട്ടെ. കുടുംബജീവിതത്തിൻ്റെ കണ്ണുനീരുകളെ, സങ്കടങ്ങളെ, വേദനകളെയൊക്കെ ഈശോ ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണ കാണിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കുന്ന കർത്താവെ, ഓരോ കുടുംബങ്ങളിലേക്കും ഈശോയുടെ കൃപയുടെ നിറവുണ്ടാവട്ടെ. ഈശോയുടെ കൃപയുടെ നിറവുണ്ടാവട്ടെ. കർത്താവെ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഈശോയെ, 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 കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. കർത്താവെ, ശോറ ബറ 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 ബറ. നമുക്ക് പരിശുദ്ധാത്മാവിനെ ഒന്ന് ചേർത്ത് പിടിച്ച് സ്തുതിക്കാം. ഓ ശ്രീ ഭാഷാവരത്തിലൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾ. അപ്പോൾ ഈശോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ വലിയ അസ്വസ്ഥതകളും ഭാരങ്ങളൊക്കെ എടുത്തു മാറ്റും. കർത്താവെ, 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 കരുണയായിരിക്കണമേ. കർത്താവെ, കർത്താവെ, കരുണയായിരിക്കണമേ. യേശുവേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണേ. കർത്താവെ, കരുണയായിരിക്കണേ. കർത്താവെ, കർത്താവെ, കർത്താവെ. ഈശോയെ, 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 ഈശോ, ഈശോ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, കരുണയാകണേ കർത്താവേ. കുടുംബങ്ങളിലേക്ക് ഈശോ കടന്നു വരട്ടെ കർത്താവെ. കുടുംബങ്ങളിലേക്ക് ഈശോ കടന്നു വരട്ടെ. നിങ്ങൾ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാവുന്നതാണ്. എനിക്ക് മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഞാനതൊക്കെ കാണാറുണ്ട്. അതിനൊക്കെ മറുപടി മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഈശോയെ, 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 നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. കർത്താവെ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി. ഈശോയെ, കരുണയായിരിക്കണേ കർത്താവെ, കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കൃപയാൽ എല്ലാ മക്കളെ അനുഗ്രഹിക്കണേ കർത്താവെ. ഓരോ മക്കൾക്കും ഈശോയെ വലിയ സ്നേഹവും സമാധാനവും കിട്ടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മാനസാന്തരങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഈശോയെ അവിടെ നിന്ന് ഇറങ്ങി വരട്ടെ. ഈശോയെ, 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 കരുണയായിരിക്കണേ. ഈശോയെ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരെയും ഈശോയുടെ ഇടപെടലിന് നമുക്ക് സമർപ്പിക്കാം. നിങ്ങൾ ആരും വിഷമിക്കരുത്. നമുക്ക് ഈശോ ഉണ്ട്. നമ്മുടെ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും. അപ്പോൾ ഈശോ നമ്മളെ തള്ളിക്കളയില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതി.